തുടങ്ങട്ടെ സാർ. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് സീന സനു, പത്തനംതിട്ടയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഇന്ന് NDO ആണ്. ഈ ബിസിനസ്സിലേക്ക് പുതുതായി വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഡക്റ്റിനെ കുറിച്ചും ഇൻകം പ്ലാനിനെ കുറിച്ചും മനസ്സിലാക്കി തരുന്ന ഒരു സെക്ഷനാണ് ഇത്. ഈ സെക്ഷൻ 1 മണിക്കൂർ ഉണ്ടായിരിക്കും. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുക. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നതിനായി കണ്ണൂർ സ്വദേശിയായ വിനോദ് സാറിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം പ്രവാസിയാണ്. പ്രവാസ ജീവിതം മതിയാക്കി ഈ ബിസിനസ്സിലൂടെ സിൽവർ ഡയറക്ടർ കൂടിയ വിനോദ് സാറിനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സീന. വളരെ നന്നായിട്ട് തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന എല്ലാവരും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യാണ്. സ്കൂളൊക്കെ അടച്ചത് കൊണ്ട് ഹാജർ നില കുറച്ച് കുറവാണ്. എന്നിരുന്നാലും നമ്മുടെ ടീമിലുള്ള ഇവിടെ വന്നിട്ടുള്ള ഓരോ വ്യക്തികളും ടീമിലുള്ള ആരെങ്കിലും കയറാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്യുക, അവരെ കൂടി പങ്കെടുപ്പിക്കുക. കാരണം എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും തയ്യാറായി നിന്നാൽ മാത്രമാണ് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നുണ്ടാവുക. ഞാനൊരു സ്ക്രീനിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ഇത് പ്രസന്റേഷൻ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ മാഡം എന്നെ കുറിച്ച് പറഞ്ഞു, ഞാൻ പ്രവാസി ആയിരുന്നു. കാരണം ജോബ് നഷ്ടപ്പെട്ടു കോവിഡ് സമയത്ത്. ആ സമയത്താണ് യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലേക്ക് വന്നത്. അത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഷാജി മിത്തിൽ സാറാണ് ഇത് എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. മനസ്സിലാക്കിയപ്പോൾ ഏതൊരു വ്യക്തികൾക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലായതോടുകൂടി ഞാനിത് സീരിയസ് ആയിട്ട് ചെയ്തു. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും മാഡം പറഞ്ഞ പോലെ തന്നെ ഇത് ഡീറ്റെയിൽ ആയി പറയുന്നത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് കേൾക്കുക. എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അത് ചോദിക്കാവുന്നതാണ്. അതിന്റെ എല്ലാ കൃത്യമായിട്ട് ലീഡേഴ്സ് പറഞ്ഞു തരുന്നുണ്ടാവും. അതുകൊണ്ട് ഈ സീരിയൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ലാൻഡ് ക്യാപിറ്റൽ ഇതൊക്കെ വേണ്ടി വരും. പക്ഷെ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് റീചാർജ് ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ. കാരണം നമ്മൾക്ക് പഠിക്കാൻ നമ്മളെ നാട്ടിലുള്ള ഓരോ ബിസിനസ്സും നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിട്ടാണ് പല ബിസിനസ്സും ഇന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ കൊണ്ട് പല ബിസിനസ്സും തകർന്നു പോകുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ അവിടെ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഇന്ന് വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, നമുക്കൊരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ ഒരു മാഷും അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ ഉള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. ജീവിതത്തിൽ വിജയിക്കണം എന്ന ആഗ്രഹമുള്ള ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാ ഗൈഡ് ലൈൻസും ടൂൾസും ട്രെയിനിങ്സും ഒക്കെ തന്നുകൊണ്ട് അവരെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. ആ വിന്നിംഗ് ടീം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലെ? ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു സ്വപ്നമായിരിക്കും. ചില ആൾക്കാർക്ക് ഇഷ്ടമുള്ള വാഹനം വാങ്ങിക്കണം എന്നുള്ള ഒരു സ്വപ്നമായിരിക്കും. ഇല്ലെങ്കിൽ വിദേശ ടൂറുകൾ അല്ലെങ്കിൽ ടൂറുകൾ പോകണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. നല്ലൊരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടാവും. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ളവർ. ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ ഡ്രീംസ് എന്തായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. വരുന്ന ഓരോ സ്ലൈഡും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ, സക്സസ്ഫുൾ ലൈഫ് ഈസ് ദി കോമ്പിനേഷൻ എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ഇഷ്ടം പോലെ പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലെ? അതുപോലെ തന്നെ ഇനഫ് ടൈം, അത് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമും നമുക്ക് ആവശ്യമുണ്ട്. എന്റെ സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ സാറേ? സൗണ്ട് ഓക്കെ ആണല്ലോ? ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ സമയം കൂടി വേണം അല്ലെ? ആ പൈസ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമും കൂടി കിട്ടിക്കഴിഞ്ഞാലോ
അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷെ അത് രണ്ടിട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇല്ലെങ്കിലോ, ഹെൽത്ത് നമുക്ക് അത്യാവശ്യമാണ്. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മണി ഉണ്ടായിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇത് മൂന്നും കൂടി കഴിഞ്ഞ് നമുക്ക് നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെക്യൂർഡായി എന്ന് നമുക്ക് ഒരു വിധത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് വരുന്ന ഇൻകം. നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ നിലവിലുള്ള ഇൻകം നിങ്ങൾക്ക് എങ്ങനെയാണ് ഉള്ളത്? അതുപോലെ തന്നെ വാട്ട് അബൌട്ട് യുവർ സേവിങ്സ് ഫോർ ഫ്യൂച്ചർ? ഫ്യൂച്ചറിലേക്ക് നാട്ടിലേക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് എത്രമാത്രം നമ്മൾ സ്വരൂപിച്ച് വെക്കാറുണ്ട്? അതെല്ലാവരും ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ പൈസ ധാരാളം കിട്ടുന്നുണ്ടോ? അതിനുള്ള ജോലിയാണോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്? ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? സെക്യൂർഡ് ആണ്. തുടക്കത്തിൽ തന്നെ പറഞ്ഞു കോവിഡ് വന്ന സമയത്താണ് എന്റെ ജോലി നഷ്ടപ്പെടുന്നത്. അതുപോലെ പല ആൾക്കാർക്കും ഇവിടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്? ആ സ്റ്റോപ്പ്, നമ്മുടെ ഇൻകം സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുക? ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാമിലിയോട് കൂടി നമുക്ക് ഇഷ്ടം പോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നെക്സ്റ്റ്. ഈ ഒരു 4 ക്വാഡ്രന്റ് ആണ് ടൈപ്സ് ഓഫ് ഇൻകം. നമ്മുടെ കൈകളിലേക്ക് എങ്ങനെയാണ് ഇൻകം വരുന്നത്? ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും ഈ 4 ഏതെങ്കിലും ഒരു കളത്തിലുള്ള ആളായിരിക്കും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏത് രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതിൽ 4 ക്വാഡ്രന്റ് ആണുള്ളത്. ഇത് ഒരു US എക്കണോമിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് കിയോസാക്കിയുടെ ബുക്കിനകത്ത് പ്രതിപാദിച്ചുള്ളതാണ്. ഈ രീതിയിലാണ് നമ്മുടെ ഓരോരാളുടെ കൈകളിലേക്കും വരുമാനം വരുന്നത്. ആദ്യത്തെ കാറ്റഗറിയിൽ പെടുന്നതെന്ന് വെച്ചാൽ ഇ എന്ന് പറഞ്ഞ എംപ്ലോയീസ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിരിക്കും. പിന്നെ തൊട്ടടുത്ത് എസ് എന്ന് പറഞ്ഞ സെൽഫ് എംപ്ലോയി ആണ്. അവിടെ വരുന്നത് വെച്ചാൽ നമ്മുടെ സ്കില്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരു ജോബ് നേടിക്കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിനീയർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, ടീച്ചർ, ഇങ്ങനെയുള്ള പ്രൊഫഷൻസ് ഉള്ള ആൾക്കാരെയാണ് പറയുന്നത് സെൽഫ് എംപ്ലോയി എന്ന് പറയുന്നത്. ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും ആക്ട് ചെയ്താൽ അല്ലെങ്കിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് അവർക്കൊരു വരുമാനം ഉണ്ടാവുള്ളൂ. അവരൊരു എന്തെങ്കിലും കാരണം കൊണ്ട് 4, 5 അല്ലെങ്കിൽ 5, 10 അല്ലെങ്കിൽ മാസങ്ങളോ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ വരുമാനമില്ല. പക്ഷെ തൊട്ടടുത്ത കാറ്റഗറിയിൽ പെടുന്നതാണ് ബിഗ് ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. അവരെന്താണ്, ഒരു മാസം അവരുടെ ഐഡിയ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ലുലു ഗ്രൂപ്പ്, അതുപോലെ തന്നെ ജോയ് ആലുക്കാസ്, കല്യാൺ സിൽക്സ്, ഇങ്ങനെ വരുന്ന പല കമ്പനിയുടെ ഓണർ ഒരിക്കലും അവരുടെ ഷോപ്പുകളിലോ അല്ലെങ്കിൽ അവരുടെ ഔട്ട്ലെറ്റിലോ പോയി ഇരിക്കാറില്ല. അവര് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റമാണ് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ ലിവറേജ് ആണ് വർക്ക് ചെയ്യുന്നത്. അവിടെ അവര് പൈസ കൊടുത്ത് മാൻ പവറിന്, നമ്മളെ പോലെയുള്ള ആൾക്കാരെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. അവരുടെ ഐഡിയയും അതുപോലെ തന്നെ അവരുടെ സമയവും അവിടെ സ്പെൻഡ് ചെയ്ത് അവർക്ക് ഒരു വരുമാനം കൊടുത്തുകൊണ്ട് അത്രയും ലിവറേജ്, അത്രയും മണിക്കൂർ ഓരോ വ്യക്തികളുടെയും എടുത്തുകൊണ്ട് അവർ ബിസിനസ് ചെയ്യുന്നു. അവിടെ അവർ ഒരിക്കലും പ്രസന്റ് ചെയ്യണമെന്നില്ല, അവര് ഓരോ ഷോപ്പിലും പോയി ഇരിക്കണമെന്നില്ല. അടുത്തത് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഒരു പ്രാവശ്യം നമ്മുടെ പൈസ സ്പെൻഡ് ചെയ്യുന്നു, ഒരു ബിൽഡിംഗ് ആയിട്ടോ സ്കൂളായിട്ടോ അല്ലെങ്കിൽ റെന്റേ കാർ ആയിട്ടോ, ഇങ്ങനെയുള്ള പല രീതികളിൽ അവർ ഒരു പ്രാവശ്യം അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ശിഷ്ടകാലം അവർക്കും അവരുടെ കുടുംബത്തിലേക്കും നിലക്കാത്ത വരുമാനം വരുന്ന ഒരു രീതിയിൽ. ഈ പറയുന്ന 2 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുടെ പ്രത്യേകതയും അവരുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും അവർക്ക് നാളത്തേക്ക് അവരുടെ തലമുറകളോളം സെക്യൂർഡ് ആക്കാൻ വേണ്ടി പറ്റുന്ന വരുമാനം നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നു. അവരെ പറയുന്നതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ 2 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ, ആദ്യത്തെ ആക്റ്റീവ് ഇൻകത്തിന്റെ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലുള്ള 95% ആൾക്കാരും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. പക്ഷെ തൊട്ടടുത്ത കാറ്റഗറിയിൽ പെടുന്ന വെറും 5% ആൾക്കാരാണ്. ഈ 5% പെടുന്ന ആൾക്കാരാണ് ഈ 95% ആൾക്കാരെയും ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആദ്യത്തെ 2 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ആളെങ്കിൽ അടുത്ത 2 കാറ്റഗറിയിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ വേണ്ടി സാധിക്കും? അങ്ങനെ എത്താൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകുന്നത്. അതിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വാട്ട് യു ഗെറ്റ്. ഈ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് എക്സ്ട്രാ ഇൻകം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, നിലവിൽ നിങ്ങൾക്കുള്ള വരുമാനത്തിന്റെ കൂടെ തന്നെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം കൂടി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡം. നമ്മൾ ഇന്ന് ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ
നമ്മൾ അവിടെ ടാഗ് നോക്കിയിട്ടല്ലാതെ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യാറുണ്ട്? നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. കാരണം നമ്മൾ എപ്പോഴും നോക്കുന്നത് വെച്ചാൽ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഒന്നിക്കൽ അവിടെ മെനു നോക്കും. മെനു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രൈസ് ആണ് ആദ്യം നോക്കുന്നുണ്ടാവുക, ഇല്ലെങ്കിൽ തൊട്ടടുത്ത ആൾക്കാർ എന്താ കഴിക്കുന്നത് നോക്കും, അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ ഒരു വില പോലും നോക്കാതെ നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ പുറത്തു പോയി അവർ പറയുന്ന ഏതൊരു സാധനവും ടാഗ് നോക്കാതെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അതിനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അത് ഇവിടെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ടൈം ഫ്രീഡം നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ടാവും. കാരണം നമ്മളിവിടെ ഒരു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഗുഡ് ഹെൽത്ത്. കാരണം ഇതിൻ്റെ അകത്ത് എക്സലന്റ് ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തിന് വേണ്ടുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനി ഉത്പാദിപ്പിക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ലീവ് എ ലെഗസി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഏർലി റിട്ടയർമെന്റ്. ഇന്നത്തെ തലമുറകൾ ചിന്തിക്കുന്നത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു 20, 25 അല്ലെങ്കിൽ 30, 26 വയസ്സിൽ നമ്മൾ ജോബ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സാധാരണ പഠിച്ചു വയ്ക്കുന്ന 60, 65 വയസ്സിൽ വരെ നമ്മൾ പണിയെടുക്കുക, പിന്നീട് റിട്ടയർ ചെയ്യുക, പിന്നീട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരുമാനം ആ ജീവിതം കൊണ്ടുപോകുക എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നതെങ്കിൽ ഇനി വരുന്ന തലമുറ എങ്ങനെ നമ്മുടെ 5, 10 വർഷം കൊണ്ട് നമ്മുടെ ലൈഫ് സെക്യൂർഡ് ആക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള രീതിയിലാണ്. അതിന് ഏർലി റിട്ടയർമെന്റ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തികളും ഈ ഒരു സിസ്റ്റമായിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5, 10 അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫ് സെക്യൂർഡ് ആക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഏർലി റിട്ടയർമെന്റ് നമുക്ക് ഇവിടെ പോസിബിൾ ആണ്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇതുപോലെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന എത്ര വ്യക്തികൾക്ക് സാധിക്കും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലോ നമ്മൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലോ പോയി കഴിഞ്ഞാൽ, സൊസൈറ്റിയിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു ആൾക്കാരുടെ മുന്നിലും നമുക്ക് പ്രസന്റ് ചെയ്യാനോ സംസാരിക്കാനോ സാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ട്രാവൽ അറൗണ്ട് ദി വേൾഡ്. നേരത്തെ പറഞ്ഞു നമുക്ക് ഇവിടെ ലോകം മൊത്തം ചുറ്റി സഞ്ചരിക്കാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. ഹെൽപ്പിംഗ് അതേഴ്സ്. ഇവിടെ നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു വരുമാനം എത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്ത് എത്തിച്ചുകൊണ്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് പല പല ആൾക്കാരിലേക്കും നമുക്ക് ഇത് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഹെൽപ്പിംഗ് അതേഴ്സ് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി നമുക്ക് ഇവിടെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ പേരാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇത് 2004 ഡൽഹി ബേസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. തുടക്കത്തിൽ 10 പ്രൊഡക്ട്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് 2 ഓഫീസുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനി. ഇതിന്റെ ഫൗണ്ടറാണ് അവിടെ ഇരിക്കുന്ന ഗൗതം ബാലി സാറ്. കോ ഫൗണ്ടേഴ്സ് ആണ് കൻവർബീർ സിംഗ് ആൻഡ് ദീപക് സു സാറ്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് പുറത്ത് തന്നെ 8ഓളം രാജ്യങ്ങളിൽ ഇന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. UAE, സൗദി, ബഹ്റൈൻ, ഒമാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൊക്കെ, തായ്ലാന്റ്, ഗാന, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. വേൾഡ് വൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 38ാമത്തെ റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ കമ്പനി. 100 ഇതുപോലെയുള്ള കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഒരേ ഒരു ഇന്ത്യൻ കമ്പനിയും ആ കാറ്റഗറിയിൽ എൻട്രി ചെയ്തിട്ടുള്ളത് വെസ്റ്റീജ് മാത്രമാണ്. ഒരുപാട് അവാർഡും റെക്കഗ്നൈസേഷനും വെസ്റ്റീജിനെ തേടിയെത്തിയിട്ടുണ്ട്. ഇതിൽ മോസ്റ്റ് ട്രസ്റ്റഡ് കമ്പനിക്കുള്ള അവാർഡ് തുടർച്ചയായിട്ട് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ GMB സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള നിരവധി സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിൽ നേടിയെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്. ഇതിന്റെ പ്രൊഡക്റ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്. ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നിരവധി റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മളെ കമ്പനി ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. കാരണം ഇന്ത്യക്ക് പുറത്ത് ഔട്ട്സൈഡിലും നമുക്ക് നമ്മുടെ കമ്പനി എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്ഥലത്തു നിന്നാണ് നമ്മളെ മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഒരേ പ്രൊഡക്റ്റ് ആണ്, ഒരേ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും 100% മണി ബാക്ക് ഗ്യാരണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ ഇന്ന് തൊട്ടടുത്തുള്ള കടകളിൽ പോയി പല പല സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നമ്മുടെ സെലിബ്രിറ്റി പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്നു, ആ പ്രൊഡക്റ്റുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കാറുണ്ടോ ആരെങ്കിലും? നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും ഒന്നിക്കൽ അത് മാക്സിമം പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് കളയും, ഇല്ലെങ്കിൽ എടുത്ത് കളയുന്നുണ്ടാവും. ഇവിടെ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ 30% വരെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ GST കഴിച്ചിട്ടുള്ള കംപ്ലീറ്റ് എമൗണ്ടും കമ്പനി തരാൻ വേണ്ടി റെഡിയാണ്. അത് 21 വർഷമായിട്ടും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് നിരവധി പ്രൊഡക്റ്റ് കാറ്റഗറി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇത്രയും 16ഓളം വരുന്ന കാറ്റഗറി പ്രൊഡക്ട്സ് ആണ് നമുക്ക്. അതിനകത്ത് നമുക്ക് എന്തൊക്കെ കുറച്ച് പ്രൊഡക്ട്സിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, ഗുഡ് ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് നമുക്ക് ജോയിന്റ് ബോൺസ് ഹെൽത്ത്.
ഇത് നമുക്ക് ഇന്ന് നമ്മളെ വീട്ടിൽ തന്നെ എടുത്തു കഴിഞ്ഞാലും പല പല ആൾക്കാർക്കും ഉണ്ടാവുന്നതാണ് മുട്ടുവേദന, അതുപോലെ തന്നെ തേയ്മാനം, നടുവേദന, ഇങ്ങനെയുള്ള പല പല രീതികളിൽ നമ്മളെ ആൾക്കാർ പറയുന്നുണ്ടാവും. നമ്മുടെ വീടുകളിലും ഉണ്ടാവും, ചുറ്റുവട്ടത്ത് ഉണ്ടാവും, ഫാമിലിയിൽ ഉണ്ടാവും. അങ്ങനെയുള്ള അവർക്ക് നമുക്ക് എക്സലന്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന പ്രോഡക്ട്സ് ആണ് കാൽസ്യം, ഗ്ലൂക്കോസാമിൻ ആൻഡ് കൊളാജൻ. ഇത് നമ്മൾ എന്താണ്, കാർട്ടിലേജിനിടയിൽ, നമ്മുടെ ജോയിന്റിലുള്ള കാർട്ടിലേജിനിടയിലുള്ള സിനോവിയൽ ഫ്ലൂയിഡ് ഡ്രൈ ആവുന്നു. അത് എങ്ങനെ ഡ്രൈ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിക്കൽ നമുക്ക് പ്രായാധിക്യം കൊണ്ടുണ്ടാവാം, ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നിരവധി മരുന്നുകൾ അതിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ടും വരാം. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ എല്ലുകൾ തമ്മിൽ കൂട്ടിയെറിയുന്നുണ്ടാവും. അപ്പൊ എല്ലുകൾ തമ്മിൽ കൂട്ടിയെറിയുന്ന സമയത്ത് നമുക്ക് അസഹനീയമായിട്ടുള്ള വേദനകൾ അനുഭവപ്പെടുന്നുണ്ടാവും. അതിനെ തേയ്മാനം, ഇങ്ങനെയുള്ള പല രീതികളിലാണ് പറയപ്പെടുന്നത്. ഇവിടെ നമുക്ക് സൈനോവിയൽ ഫ്ലൂയിഡിനെ വീണ്ടും തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഗ്ലൂക്കോസാമിൻ. അതിന് നമ്മുടെ എല്ലുകൾക്ക് കാഠിന്യം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാൽസ്യം അതുപോലെ തന്നെ കൊളാജനും കൂടി ഇത് ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മൾ ഇതിന്റെ കോമ്പിനേഷൻ പറയുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കാം. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ഗുളിക രൂപത്തിലോ അല്ലെങ്കിൽ പൗഡർ രൂപത്തിലോ ആണെങ്കിൽ പോലും ഒരിക്കലും ഒരു മരുന്ന് പോലും, ഒരു അസുഖത്തിന് പോലും നമ്മൾ മരുന്നുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഹെൽത്ത് സപ്ലിമെന്റ് ആണ്, ഫുഡ് സപ്ലിമെന്റ് ആണ്. കാരണം ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാത്ത സാധനങ്ങൾ, പ്രോട്ടീൻസ് ആയാലും മിനറൽസ് ആയാലും വൈറ്റമിൻസ് ആയാലും നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തികച്ചും നമ്മൾ എല്ലാവരും ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരിക്കലും മരുന്നല്ല, ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ്. ആ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ടാവും, ഇത് എത്ര നാൾ കഴിക്കണം ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അതിനൊക്കെ ആൻസർ എന്ന് പറയുന്നത്, ഏത് സാധനങ്ങൾ, ഏത് പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം 3 to 6 months എന്തായാലും നിങ്ങൾ കഴിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു ഡോക്ടറും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഡോക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് മരുന്നുകൾ മാത്രമാണ്. ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ന്യൂട്രാസ്യൂട്ടിക്കൽസിൽ പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്ലിസമിക് ഹെൽത്ത്. ഇന്ന് നമ്മൾ ഏത് വീടുകളിൽ എടുത്തു കഴിഞ്ഞാലും ഒരാളെങ്കിലും ഷുഗർ എന്നുള്ള ഒരു പ്രോബ്ലം കൊണ്ട് നടക്കുന്നുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആയി കഴിഞ്ഞു. ജീവിതകാലം മുഴുവൻ നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും കാലം നമ്മൾ മരുന്ന് കഴിക്കണം എന്നുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പക്ഷെ അവിടെ നമുക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നീം എന്ന് പറയുന്നത്. നീം എന്ന് പറഞ്ഞാൽ ആര്യവേപ്പിന്റെ കുരുവിൽ നിന്ന് എടുക്കുന്ന ഓയിലാണ്. അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ ഒരു കോമ്പിനേഷനും കൂടിയുണ്ട്, ഗ്ലൂക്കോ ഹെൽത്ത് എന്ന് പറയുന്നത്. അത് വരുന്ന സമയത്ത് പറയാം. ഗ്ലൂക്കോ ഹെൽത്ത് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഒരു കോമ്പിനേഷൻ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ, ഫ്ലാക്സ് ഓയിലും കൂടി കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഹാർട്ടിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് മരുന്നിനെ മെല്ലെ 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 കുറച്ചു കൊണ്ടുവന്ന് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് നിലവിൽ നിങ്ങൾ എന്ത് മരുന്നുകൾ ഡോക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത്. അതൊരിക്കലും നിർത്തരുത്. നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ തന്നെ പറയുന്നുണ്ടാവും, അതിന്റെ ഡോസേജ് കുറയ്ക്കുന്നുണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കഴിയുമ്പം മെല്ലെ 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 അവർ തരുന്ന ഓരോ മരുന്നുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് നമ്മളായിട്ട് ഒരിക്കലും ഒഴിവാക്കരുത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കുക എന്നാണ് കോവിഡ് വന്ന സമയത്ത് എല്ലാ ആരോഗ്യ സംഘടനകളും പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള കുറെ പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. അതിന് സ്പൈർലീന എന്ന് പറയുന്നത് കടൽപ്പായലാണ്. കടൽ പായലിൽ നിന്ന് എടുക്കുന്നതാണ്. ഇന്ന് ശൂന്യാകാശത്ത് പോകുന്നവർ പോലും നമ്മൾ ഭക്ഷണമായിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കണം. 45 പരം പോഷകങ്ങൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ടോ. നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കാനും, നമ്മൾ പുറത്തിറങ്ങി നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ പുറത്തിറങ്ങി ജോലി ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ക്ഷീണമൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മൾ ഇത് എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ വേണ്ടി സാധിക്കും. വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യുന്നവർക്ക് പോലും നമുക്കിത് ഒരു നേരത്തെ ഫുഡിനെ പോലും നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സ്പൈർലീന എന്ന് പറയുന്നത്. അടുത്തത് നോനി എന്ന് പറയുന്ന ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആണ്. അത് ഇന്ന് മാക്സിമം നമ്മുടെ മാർക്കറ്റിൽ ഉള്ളത് പറഞ്ഞാൽ ജ്യൂസ് രൂപത്തിലാണ്, ക്യാപ്സൂൾ രൂപത്തിൽ വെസ്റ്റീജ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം ഓരോ കോശങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി, നമ്മളെ കോശങ്ങൾ എല്ലാ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് മൊബൈൽ ഫോണിലൂടെയാണെങ്കിൽ കോശങ്ങളിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. അത് ഹോൾ രൂപത്തിലാണ്. അവിടെയൊക്കെ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. അവിടെ ഇതൊക്കെ പോയി പ്രവർത്തിച്ച് നമ്മുടെ ഭക്ഷണത്തിനെ കൃത്യമായിട്ട് ഓരോ കോശങ്ങളിലേക്കും എത്തിക്കാനും, ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത അത്രയും നിരവധി ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നോനി എന്ന് പറയുന്നത്. നമ്മുടെ ഹൈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിൽ നിരവധി ചേഞ്ചസ് നമുക്ക് വരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഇത് കുട്ടികൾക്കും കൊടുക്കാം.
മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാം. പശു പ്രസവിച്ച് 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ആ മഞ്ഞപ്പാലിൽ നിന്ന് എടുക്കുന്ന ക്യാപ്സൂൾ ആയിട്ടാണ് തരുന്നത്. പാൽപ്പൊടി തന്നെയാണ് ഇത് ഉള്ളത്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇമ്മ്യൂൺ പവർ കൂട്ടാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അടുത്തത് അലോവേര, കറ്റാർ വാഴയാണ്. ഇത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ മുടിക്കായാലും സ്കിന്നിനായി കഴിഞ്ഞാലും നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തിനായി കഴിഞ്ഞാലും ഒക്കെ നമ്മുടെ ഓരോ ബോഡിയിലുള്ള ഓരോ ഓർഗൻസിനും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കറ്റാർ വാഴ. ഹൈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, എല്ലാവരും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ആംലയെ കുറിച്ചിട്ട് പറഞ്ഞാൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നെല്ലിക്ക ഉണക്കി പൊടിച്ചിട്ടുള്ള ക്യാപ്സൂളായി തരുന്നതാണ്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്ന തുമ്മല്, അതുപോലെ തന്നെ പനി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മുതിർന്നവർക്കായി കഴിഞ്ഞാലും ഇപ്പൊ നമുക്ക് ചില സമയത്ത് വൈകുന്നേരങ്ങളിലാവുന്ന സമയത്ത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അറിയാൻ വേണ്ടി സാധിക്കും. ഭയങ്കര ക്ഷീണിച്ച് വരുന്നുണ്ടാവും, പനി വരുന്നത് പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ഇതിന്റെ ഡോസേജ് ഒന്നും കൂടി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും അവര് വീണ്ടും ഒരു പ്രശ്നങ്ങളില്ലാതെ സ്കൂളുകളിലൊക്കെ പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് പോലും പനി വരുന്നുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിൽ വന്നിട്ട് അങ്ങ് പോകുന്നുണ്ടാവും. അത്രയും എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇത്. നിങ്ങൾ എല്ലാവരും നമ്മുടെ വീട്ടിലെ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ തന്നെ നമ്മുടെ കൂടെ തന്നെ വെക്കേണ്ട പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. അടുത്തത് വെസ്റ്റീജ് പ്രൈം കാറ്റഗറി എന്ന് പറയുന്നത്, ഇത് ഏറ്റവും നമ്മുടെ കമ്പനിയുടെ ഒരു അഹങ്കാരമായിട്ട് നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്ട്സ് റേഞ്ചാണ്. പ്രൈം കാറ്റഗറി പെടുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇത്. ഇതിനകത്ത് ഗമ്മീസ്, മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ ചോക്ലേറ്റ് രൂപത്തിലാണ്, ജെൽ ടൈപ്പ് ചോക്ലേറ്റ് രൂപത്തിലാണ് ഇത് തരുന്നത്. ഇത് മൾട്ടി വൈറ്റമിൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇന്ന് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന വീട്ടിലുള്ള കുട്ടികൾ ഭക്ഷണം കഴിക്കാനൊക്കെ മടിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭക്ഷണം ചോദിച്ച് വാങ്ങിക്കുന്നുണ്ടാവും കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന സമയത്ത്. പിന്നെ ചില കുട്ടികൾക്കൊക്കെ വൈറ്റ് സ്പോട്ടൊക്കെ കാണുന്നുണ്ടാവും ഈ മുഖത്തൊക്കെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ടാണ് വരുന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആകുന്നുണ്ടാവും. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആണ് കോംബയോട്ടിക്സ്. പ്രോബയോട്ടിക്കിന്റെയും പ്രീബയോട്ടിക്കിന്റെയും കലവറ കോമ്പിനേഷൻ ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത്. കാരണം നമ്മുടെ ആരോഗ്യം നന്നാവണമെങ്കിൽ നമ്മുടെ വയറ് ശുദ്ധിയായിരിക്കണം. വയറ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉടല് ശരിയാവും എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്, ദഹന പ്രക്രിയ വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് എക്സലന്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. പ്രീബയോട്ടിക്കിന്റെയും പ്രോബയോട്ടിക്കിന്റെയും കോമ്പിനേഷനാണ് നമുക്ക് തരുന്നത്. ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സീബത്രോൺ എന്ന് പറയുന്നത് ഒരു പഴമാണ്. പിന്നെ തണുപ്പ് പ്രദേശത്താണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു മൃതസഞ്ജീവിനി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അടുത്തത് ക്രിൽ ഫിഷിൽ നിന്ന് എടുക്കുന്ന ക്രിൽ ഓയിലാണ്. അന്റാർട്ടിക്ക പോലെയുള്ള സമുദ്രത്തിലാണ് ഈ ഫിഷ് കാണുന്നത്. അതിൽ നിന്ന് എടുക്കുന്ന ഫിഷിന്റെ ഓയിലാണ് നമുക്ക് തരുന്നത്. ഇത് നമ്മൾ കുട്ടികൾക്കും കൊടുക്കാം, മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനും അതുപോലെ തന്നെ നെർവ് സിസ്റ്റത്തിനെയും ഒക്കെ ബ്ലോക്കേജ് ഉള്ളവർക്കും ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന, എല്ലാത്തിനെയും ക്ലിയർ ആക്കി തരാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ക്രിൽ ഓയിൽ എന്ന് പറയുന്നത്. ഇത് എല്ലാവരും യൂസ് ചെയ്യുക, എല്ലാവർക്കും യൂസ് ചെയ്യേണ്ട. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളും ഒക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ബ്ലോക്കേജുകളും നെർവ്സിന്റെ സിസ്റ്റത്തിനൊക്കെ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് ഡീറ്റോക്സ് ആൻഡ് റെജുവിനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളതിനെ, നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് ടോക്സിൻസ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ടാവില്ല. അപ്പോൾ അതിനൊരു പ്രൊഡക്റ്റ് ആണ് ഫൈബർ. അതും നമ്മുടെ ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദഹനം കറക്റ്റ് ആക്കാനും നമ്മുടെ ഈ പല പ്രശ്നങ്ങൾ, പൈൽസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫൈബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് ഗാനോഡോർമ. ഗാനോഡോർമ എന്ന് പറയുന്നത് ഒരു മഷ്റൂം എന്ന് എടുക്കുന്നതാണ്. ഇന്ന് വെരിക്കോസ് അതുപോലെ മൈഗ്രെയിൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കോമ്പിനേഷനിൽ ഒരു പ്രൊഡക്റ്റ് ആണ് ഗാനോഡോർമ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നെർവ് സിസ്റ്റത്തിലും നാഡീ ഞരമ്പുകളിലൊക്കെ ഒരുപാട് ടോക്സിൻസിനെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനെയൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളെ ആരോഗ്യവതികളെ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗാനോഡോർമ എന്ന് പറയുന്നത്. എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഗാനോഡോർമ. അടുത്തത് ഫുഡ് പാച്ച് ആണ്. ഫുഡ് പാച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ തന്നെ ഈ വെരിക്കോസ് ഒക്കെ ഉള്ളവർക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാലിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വേദനകളും ഇതൊക്കെ ഉള്ളവരുണ്ടാവും. ഞരമ്പൊക്കെ കൂടി
റൗണ്ടൊക്കെ ആയിട്ട് ഇരിക്കുന്ന വെരിക്കോസ് ഒക്കെ ഉള്ളവർക്ക്, അതുപോലെ തന്നെ മൈഗ്രൈൻ, ഇത് ശരിക്കും പറഞ്ഞാൽ വെരിക്കോസ് ഉള്ളവർക്ക് മാത്രമല്ല എല്ലാവരും ഇന്ന് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ കാലിന്റെ അടിയിൽ ഒട്ടിച്ച് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോക്സിൻസിനെ, നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ കൃത്യമായിട്ട് ഇത് വലിച്ചെടുക്കുകയും രാവിലെ നമ്മൾ പിന്നെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് കളറായിട്ട്, വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുക, ബ്ലാക്ക് കളറായിട്ട് ചില ആൾക്കാർക്ക് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുന്നുണ്ടാവും. അത് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം വിഷാംശങ്ങളുണ്ടോ അതിനനുസരിച്ചിട്ട് അത് പുറത്തേക്ക് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ ഐ സപ്പോർട്ട്, ഇന്ന് നമ്മൾക്ക് അറിയാം ചെറിയ കുട്ടികൾ മുതൽ ഭക്ഷണം കഴിക്കാനും എല്ലാറ്റിനും നമ്മൾ കൊടുക്കുന്ന ഒരു ഉപകരണമാണ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഇങ്ങനെയുള്ള ഇതൊക്കെ. ഇന്ന് എല്ലാവർക്കും തന്നെ സ്ട്രെസ്സാണ്. ഏറ്റവും കൂടുതൽ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കണ്ണിന് സ്ട്രെസ് വന്ന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഐ സപ്പോർട്ട് നമുക്കൊരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അടുത്തത് തന്നെ കുർക്കുമിൻ പ്ലസ്. കുർക്കുമിൻ എന്ന് പറയുന്നത് മഞ്ഞളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്ന് ശ്രീചിത്ര പോലെയുള്ള ഒരു പാറ്റന്റഡ് ആയിട്ട് എടുത്തിട്ടുള്ളതും അതിനു വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കുർക്കുമിൻ. ഇത് നമ്മുടെ ക്യാൻസർ സെല്ലിനെ പോലും നമുക്ക് നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നീർക്കെട്ടുകളൊക്കെ, ശരീരത്തിനകത്തുള്ള നീർക്കെട്ടുകൾ, അതുപോലെ തന്നെ ഒരുപാട് മുറിവുകൾ, ചെറിയ കുട്ടികളൊക്കെ അവരൊക്കെയുള്ള സമയത്ത് വെച്ചാൽ മുറിവുകളൊക്കെ ഉണ്ടാവും. ആ മുറിവുകളൊക്കെ ഉണക്കാനും അതുപോലെ തന്നെ മുറിവിന്റെ മുകളിൽ തന്നെ നമുക്ക് പൊട്ടിച്ച് വീണ്ടും ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്ന കുർക്കുമിൻ മഞ്ഞളിന്റെ എക്സ്ട്രാക്ട് ആണ്. ഇത് എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. അടുത്തത് ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്. പറയപ്പെടുന്നത് ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും പൊണ്ണത്തടി അല്ലെങ്കിൽ അനീമിക് എന്ന് പറയുന്നത്. കാരണം അതിന്റെ ഓൾറെഡി നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? പാക്കറ്റ് ഫുഡ്, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഇത് ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയൊരു മാല ആയിട്ടാണ് ഓരോ അമ്മമാരും അല്ലെങ്കിൽ ഫാമിലീസും കയറുന്നത്. അതൊന്ന് തീർന്നു കഴിഞ്ഞാൽ അടുത്തത്, തീർന്നു കഴിഞ്ഞാൽ അടുത്തത്. ഇത് ചെയിൻ രീതിയിലാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് എയറുകൾ നിറച്ചിട്ടുള്ള പല പല കമ്പനിയുടെ പല പല സാധനങ്ങൾ, അതിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പ്ലാസ്റ്റിക് പോലെയുള്ള പല പല പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പൊണ്ണത്തടികളും അതുപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയും ഒക്കെ ഡാമേജ് ആയി പോകുന്നുണ്ട്. ഇന്ന് പൊണ്ണത്തടി കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന എക്സലന്റ് ആയിട്ടുള്ള കാറ്റഗറി പ്രൊഡക്റ്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിലൊന്ന് പ്രോട്ടീൻ പൗഡർ ആണ്. ഇതിൻ്റെ അകത്ത് സോയാ പ്രോട്ടീൻ ആണ്, ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ആണ്. നമ്മുടെ ശരീരത്തിലേക്ക് കൊള്ളുന്ന എല്ലാവിധ പ്രോട്ടീൻസ്, ഇന്ന് ശരീരഭാരം ഒരു 50 കിലോഗ്രാം ഉള്ള ഒരു വ്യക്തിക്ക് 50 ഗ്രാം പ്രോട്ടീൻ എല്ലാ ദിവസവും ആവശ്യമാണ്. അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീനിന്റെ കണ്ടന്റുള്ള ഭക്ഷണം നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയാം. അതുപോലെ തന്നെ നമുക്ക് വീസ്ലിം ക്യാപ്സൂൾ ഉണ്ട്. രാവിലെ വെറും വയറ്റിൽ നമ്മൾ ക്യാപ്സൂൾ ആയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ വീസ്ലിം ടീ ഉണ്ട്. ടീ നമുക്ക് രാവിലെ ഉച്ച ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുന്നേയും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഭക്ഷണത്തിനൊക്കെ അതുപോലെ തന്നെ ചായ കുടിക്കണം എന്നുള്ള ടെൻഡൻസി ഉള്ള സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റുന്ന വീസ്ലിം ടീ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീസ്ലിം ഷെയ്ക്ക് ഒരു നേരത്തെ ഫുഡിനെ റീപ്ലേസ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ കലോറീസും കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അത് അല്ലാതെ ഒരാഴ്ച കഴിച്ചു അല്ലെങ്കിൽ ഒരു മാസം കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ 5 കിലോ 10 കിലോ 15 കിലോ ഒറ്റയടിക്ക് കുറക്കുന്ന രീതിയിലല്ല നമ്മൾ വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റുകളൊക്കെ ഉള്ളത്. പടിപടിയായിട്ട് നമുക്ക് വെയിറ്റും പടിപടിയായിട്ട് തന്നെ കുറച്ചുകൊണ്ടാണ്, നമുക്ക് കലോറീസും ഒക്കെ കൊടുത്തുകൊണ്ടാണ് കുറക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും. അത്രയും എക്സലന്റ് ആയിട്ടുള്ള ഒരു നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റേഞ്ചാണ് ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിലുള്ളത്. അടുത്തത് വിമൻസ് ഹെൽത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും നമുക്ക് വിമൻസിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാറുണ്ട്. അനീമിക് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടാവാറുണ്ട്, കൗണ്ട് പ്രശ്നങ്ങളുള്ള ലേഡീസ് ഉണ്ടാവാറുണ്ട്. അവർക്കൊക്കെ ഫോളിക് ആൻഡ് അയൺ, ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഫോളിക് ആൻഡ് അയൺ ക്യാപ്സൂൾ കിട്ടുന്നുണ്ടാവും. അതിൽ ഫോളിക് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ അപൂർവമായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പോയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോർ ചെയ്തിട്ടാണ് ഉണ്ടാവാറ്. പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യക്തമായിട്ട്, കാരണം അയൺ അബ്സോർവ് ചെയ്യണമെങ്കിൽ, അയൺ നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഫോളിക്കും കൂടി അതിന്റെ കൂടെ വേണം. അപ്പൊ നമ്മുടെ കമ്പനി ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് എല്ലാ ലേഡീസും കൃത്യമായിട്ട് കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അനീമിക് പോലെയുള്ള പ്രശ്നങ്ങളും കൗണ്ടിങ് പോലെയുള്ള പ്രശ്നങ്ങൾ, ബ്ലഡ് കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത് ശതാവരി മാക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ശതാവരി കിഴങ്ങിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്ന് ലേഡീസിനെ സംബന്ധിച്ച ഒരു അനുഗ്രഹമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ശതാവരി മാക്സ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇനിയും അങ്ങോട്ടും വരാൻ വേണ്ടി പോകുന്ന പ്രശ്നങ്ങളാണ് ഹോർമോൺ ഇംബാലൻസ്. ഹോർമോൺ ഇംബാലൻസ് വന്ന്
വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ, കറക്റ്റ് ആയിട്ടുള്ള ഇറഗുലർ ആയിട്ടുള്ള പീരീഡ് സമയത്ത് വയറുവേദന, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കൊണ്ട് നേരിടുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടാവും. അവർക്ക് ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ശതാവരി മാക്സ്. ശതാവരി കിഴങ്ങെന്ന് എടുക്കുന്നതാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു ഞാൻ പറഞ്ഞ ഈ 2 പ്രൊഡക്റ്റ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ലേഡീസ് അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഹെയർ സ്കിൻ നെയിൽ ഉണ്ട്. ആ പേര് പോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മുടിയെയും അതുപോലെ നമ്മുടെ സ്കിന്നിനെയും അതുപോലെ തന്നെ ഹെയറിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അടുത്തത് പ്രോ ഹാർട്ടിലേക്ക് വരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇന്ന് നമ്മൾ ഡെയിലി 1ഉം 2ഉം വാർത്തയല്ല, അതിൽ കൂടുതൽ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും 17 വയസ്സുള്ള പെൺകുട്ടിയാണ് ഔട്ട്സൈഡിൽ ഇന്ത്യക്ക് പുറത്ത് ബഹ്റൈനിൽ തന്നെയാണ് തോന്നുന്നു, അവിടെ കുഴഞ്ഞു വീണ് മരിച്ചത്. അത് നമ്മൾ ദിവസവും കുട്ടികളിൽ നിന്നില്ല, മുതിർന്നവരിൽ നിന്നില്ല, ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇന്ന്. എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയും വ്യായാമമില്ലാതെ അതിന്റെ കുറവും ഒക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ. അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ നെർവ് സിസ്റ്റത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എക്സലന്റ് ആയിട്ടുള്ള അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് ഫ്ലാക്സ് ഓയിൽ. ഫ്ലാക്സ് സീഡ് എടുക്കുന്നതാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും എല്ലാവരും കഴിക്കുക. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ ഫംഗ്ഷനും ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടാവും. നേരത്തെ പറഞ്ഞ ക്രിൽ ഓയിൽ, ക്രിൽ ഫിഷ് എടുക്കുന്നതാണെങ്കിൽ അത് നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇത് വെജിറ്റേറിയൻ സോഴ്സിലുള്ള പ്രൊഡക്റ്റ് ആണ് ഫ്ലാക്സ് ഓയിൽ. ഇത് എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ കോയിൻസൈൻ ക്യൂട്ടൻ, ഇത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ഇത് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഏജ് 40-45 വയസ്സാവുന്ന സമയത്ത് ഇത് കുറഞ്ഞു വരുന്നുണ്ടാവും. അതുകൊണ്ട് സൈലന്റ് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കോയിൻസൈൻ ക്യൂട്ടൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമുക്കറിയാൻ വേണ്ടി പറ്റും L-Arginine. L-Arginine എന്ന് പറയുന്നത് ഇന്ന് ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവരും ഉപയോഗിക്കേണ്ട, അല്ലെങ്കിലും നമ്മുടെ നെർവ് സിസ്റ്റത്തിനെയും ഹാർട്ടിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് L-Arginine എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി. ബാക്ക് സൈഡ്. ഓക്കെ. അടുത്തത് ഐസാൻഡ് എന്ന് പറയുന്നത് 100% ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇതിനകത്ത് നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. കിഡ്നി ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പം ഇന്ന് സ്റ്റോണ് കാര്യങ്ങളൊക്കെ ഉള്ള പല പല ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കിഡ്നി സ്റ്റോൺ. ലിവർ ഹെൽത്ത് ഉണ്ട്, ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈറ്റൽ കോംപ്ലക്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഐ സപ്പോർട്ടിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ചയും കണ്ണിന്റെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ കുറക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോ ഹെൽത്ത്, ഷുഗർ ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്ലൂക്കോ ഹെൽത്ത്. അടുത്തത് ഹെൽത്ത് ഫുഡ് കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നിരവധി പ്രൊഡക്റ്റുകൾ അതിനകത്തുണ്ട്. അതിനകത്തുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചാൽ കുക്കിംഗ് ഓയിൽ. നമുക്ക് ബ്രാൻ ഓയിലാണ്, തവിട് എണ്ണയാണ്. എക്സലന്റ് ആയിട്ടുള്ള ഒരു, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വിറ്റഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. കേരളത്തിൽ വെളിച്ചെണ്ണയുടെ വില കൂടിയ സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഇതിനകത്ത് പല ആൾക്കാരും പറയുന്നത് ടേസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബാഡ് സ്മെല്ലായിരിക്കും, അങ്ങനെയൊക്കെയുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാല് നമുക്ക് ചക്കിലാട്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള തവിടെണ്ണ ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും കുക്കിംഗ് ഓയിൽ വേറൊരു എണ്ണയിലേക്ക് മാറുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇവിടെ ഇരിക്കുന്നത് കൊളസ്ട്രോൾ, നമ്മുടെ എണ്ണ കൊണ്ടുണ്ടാവുന്ന ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്ന പ്രശ്നങ്ങളും ഇതുകൊണ്ട് ഉണ്ടാവില്ല. വീണ്ടും നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 250 ഡിഗ്രി കൂടുതലാവുന്നതാണ് ഇതിൻ്റെ അകത്ത് ട്രാൻസ്ഫർ കൺവേർഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു 100 ഡിഗ്രി ആകുമ്പോൾ തന്നെ നമ്മുടെ ഭക്ഷണമൊക്കെ പാകമായി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഫി പൗഡർ ഉണ്ട്, ടീ പൗഡർ ഉണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സിറൽ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്നവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന എനർജി ഡ്രിങ്ക് ഉണ്ട്, എനർജി സ്നാക്ക് ബാർ ഉണ്ട്. ഇങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റ് ഹെൽത്ത് ഫുഡ് കാറ്റഗറിയിലുണ്ട്. അതുപോലെ തന്നെ സ്പ്രേ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ, സ്പ്രേ രൂപത്തിൽ. ഇതിനകത്ത് നമുക്ക് നമ്മുടെ കമ്പനി അടുത്തതായിട്ട് നമ്മളെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതിയാണ് സബ്ലിംഗൽ സ്പ്രേ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് ആൾക്കാർ മരുന്ന് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഡോക്ടറെ കാണാനും ഒക്കെ മടിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഗുളിക വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് സബ്ലിംഗൽ സ്പ്രേ. നാക്കിന്റെ അടിയിലാണ് ഇത് സ്പ്രേ രൂപത്തിൽ കൊടുക്കുന്നത്. ഇത് നമുക്ക് വൈറ്റമിൻ സിന്റെ സ്പ്രേ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്. ഇന്ന് ഡി 70 മുതൽ 75% ആൾക്കാർക്കും ഇന്ത്യയിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിന്റെ ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലവും നമ്മുടെ ഇന്ത്യയിലുണ്ട്. പക്ഷെ നമ്മൾക്ക് അതിന്റെ ഡെഫിഷ്യൻസിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവപ്പെടുന്നത് എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു സ്പ്രേ രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഇതൊരു സ്പ്രേ നാക്കിനടിയിൽ അടിക്കുകയാണെങ്കിൽ, അത് അല്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി കൂടുതലുള്ളവർക്ക് രാവിലെയും രാത്രിയിലും നമ്മൾ ഓരോ സ്പ്രേ വെച്ച് കൊടുക്കുകയാണെങ്കിൽ
വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡെഫിഷ്യൻസി ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിൻസിന്റെ സ്പ്രേ ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, ബയോട്ടി എന്ന് പറയുന്ന ഒരു സ്പ്രേ ഉണ്ട്. മുടി കൊഴിച്ചിലില്ലവർക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ബയോട്ടി എന്ന് പറയുന്ന സ്പ്രേ. കാരണം ബയോട്ടിൻ കൊടുത്താൽ മാത്രമാണ് കരോട്ടിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. വൈറ്റമിൻ ഡിന്റെ കുറവുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവും. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ, കാരണം ലക്ഷങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട് മുടിക്ക് വേണ്ടിയിട്ട്, ഹെയറിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട്, ഡാൻഡ്രഫും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അവർക്കൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ബയോട്ടിൻ എന്ന് പറയുന്ന സ്പ്രേ. അതുപോലെ തന്നെ പ്രോട്ടീന്റെ കുറവുണ്ടെങ്കിലും അതുപോലെ നിരവധി അവർക്ക് എന്താണോ ഡെഫിഷ്യൻസി ഉള്ളത് ആ രീതിയിൽ സപ്ലിമെന്റ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലീഡേഴ്സായിട്ട് നിങ്ങൾ നിരന്തരം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് അവർ പറഞ്ഞു തരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ളവർക്ക് മെലാറ്റോണിൻ ഓറൽ സ്പ്രേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പ്രേ കൂടിയുണ്ട്. അതും നമുക്ക് ഉറക്കം കുറവുള്ള അവർക്ക് രാത്രി ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ ഇതൊന്ന് അടിക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ പോരായ്മകൾ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അടുത്തതാണ് പേഴ്സണൽ കെയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓറൽ കെയറിൽ വരുന്നത് 3 തരത്തിലുള്ള പേസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. മോണ പഴുപ്പ്, അതുപോലെ തന്നെ ബ്ലഡ് വരുന്ന പ്രശ്നങ്ങൾ, പല്ല് പൊളിപ്പ്, ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന എക്സലന്റ് ആയിട്ടുള്ള പേസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മൗത്ത് വാഷ്, ബ്രഷ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ കെയറിലേക്ക് വീണ്ടും നിരവധി പ്രൊഡക്റ്റുകൾ, അതിൽ BB ക്രീം, സൺ പ്രൊട്ടക്ഷൻ ക്രീം, ഫെയർനെസ് ക്രീം, ഹാൻഡ് വാഷ്, ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ, അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിലിനെ തടയാൻ വേണ്ടി ഹെർണിക്ക ഫ്ലേവറിന്റെ ഹെയർ ഓയിൽ, താരൻ, അതുപോലെ തന്നെ ഇതൊക്കെയുള്ള മോയ്സ്ചർ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടുന്ന ഷാംപൂസ്, TFM 76 മുകളിലുള്ള സോപ്പ്, അതുപോലെ തന്നെ പെർഫ്യൂംസ്, എഞ്ചിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എഞ്ചിൻ ഓയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 100% നാച്ചുറൽ ആയിട്ടുള്ള പേഴ്സണൽ കെയർ പ്രൊഡക്റ്റിൽ സ്ലീപ്പിംഗ് മാസ്ക്, ചാർക്കോ പീലോ മാസ്ക്, മഡ് മാസ്ക്, ഇങ്ങനെയുള്ള സൺ പ്രൊട്ടക്ഷൻ ക്രീം, ഇങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റ് 100% ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പാരാബിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇതിൻ്റെ അകത്ത് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും കൂടുതലുള്ള വിജയം എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ വീണ്ടും വീണ്ടും ആൾക്കാർ അത് തന്നെ വീണ്ടും വാങ്ങിക്കുന്നതിന്റെ രഹസ്യവും അത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹൈവെസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന പ്രൊഡക്റ്റുകളുണ്ട്. നമ്മുടെ ഡിഷ് വാഷ്, അതുപോലെ തന്നെ ഒരടപ്പ് മതി നമ്മുടെ 7 കിലോ വരെ വാഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വേപ്പിന്റെ എക്സ്ട്രാക്റ്റ് ആണ് ഇത്. നിങ്ങൾക്ക് കംഫർട്ട് കാര്യങ്ങൾ ഇതൊന്നും എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരില്ല. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ 50ഓളം വാഷ് ഒരു ബോട്ടിലിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് കഴുകിയ വെള്ളം നിങ്ങൾക്ക് വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ല. തെങ്ങിനോ കവുങ്ങിനോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കോ അല്ലെങ്കിൽ ഗാർഡനിലോ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, അതുപോലെ സോപ്പ് പൗഡർ, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ്, അടുത്തത് ജെൻസിന് വേണ്ടിയിട്ടും നമുക്ക് ട്രൂമാൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ബാത്തിങ് ബാറും, അതുപോലെ തന്നെ ഫേസ് വാഷ്, അതുപോലെ തന്നെ സ്പ്രേ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. വെലിനോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് കളർ ഷെയ്ഡ്സ്, അതുപോലെ തന്നെ ലിപ് ബാമും, വെറൈറ്റി ഓഫ് കളർ ഷെയ്ഡ്സ് ലിപ് ബാം നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മിസ്റ്റർ ഓഫ് മിലാൻഡും നമുക്ക് ലിപ്സ്റ്റിക്, മസ്കാര, അതുപോലെ തന്നെ ഐലൈനർ, ഇങ്ങനെയുള്ള പല പ്രൊഡക്റ്റുകളും നമുക്ക് ബ്യൂട്ടി പ്രൊഡക്റ്റുകളും നമ്മുടെ കമ്പനി ബ്യൂട്ടി പ്രൊഡക്റ്റുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ഫോർമുല 9 എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സ്കിന്നിന്റെ 3 ലെയർ പോയിട്ട് റിപ്പയർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള പ്രൊഡക്റ്റ് കാറ്റഗറി നമുക്കുണ്ട്. അതിൽ ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് ഉണ്ട്, അണ്ടർ ഐ സിറം ഉണ്ട്, കണ്ണിന് ചുറ്റുമുള്ള കറുത്തപാട്, അതുപോലെ തന്നെ ബ്ലെമിഷ് ജെല്ല്, മുഖക്കുരു ഒക്കെ ഉള്ളവർക്ക്, അതിന്റെ കലകളൊക്കെ ഉള്ളവർക്കും, അതുപോലെ തന്നെ നിരവധി മാസ്കുകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. എക്സലന്റ് ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ഈ നമ്മുടെ ബ്യൂട്ടി കാറ്റഗറിയിലുള്ളത്. നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ്, അഗ്രി കാറ്റഗറിയിൽ നമുക്ക് നിരവധി പ്രൊഡക്റ്റുകൾ ഉണ്ട്. കാരണം നമ്മളെ എപ്പോഴും കൃഷിക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, എത്ര പണിയെടുത്തിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് വേണ്ടുന്ന ഈൽഡ് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നങ്ങൾ പറയാറുണ്ട് അല്ലെ. ഇത് കൃഷി ചെലവിനെ കുറച്ചുകൊണ്ട് തന്നെ നാനോ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതി നമ്മുടെ ഈൽഡ്. നമുക്ക് എത്രയാണോ നമുക്കിപ്പം കായ്ഫലം കിട്ടുന്നത് അതിന്റെ നേരെ ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ കൃഷിയുടെ പ്രൊഡക്റ്റിന്റെ കൂടെ തന്നെ നമ്മൾ ഇത് ആഡ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷി ചെലവിനെ കുറച്ചുകൊണ്ട് ഈൽഡ് കൂട്ടാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ പ്യൂരിഫയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിൽ പിക്ചർ രൂപത്തിൽ നമുക്ക് തരുന്നുണ്ട്. നെക്സ്റ്റ്,
ഞാൻ ഇത്രയും കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇനി 450ഓളം വരുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമാണ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഇനി ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ കൈകളിലേക്ക് പ്രൊഡക്റ്റുകളെല്ലാം ലഭിക്കുന്നത് അല്ലെ. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയിൽ പോയിട്ട് ഒരിക്കലും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സാധാരണ ഹോൾസെയിൽ പോലെയുള്ള കടകളിലോ പോയിട്ടായിരിക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയാണ് ഇതിന് പറയപ്പെടുന്നത്. ഒരു മാനുഫാക്ചർ ഉണ്ടാക്കുന്ന കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ഇപ്പൊ നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ 100 രൂപയാവുന്നുണ്ട്. ആ കമ്പനിക്ക് വേണ്ടുന്ന ചെലവും അവരുടെ ലാഭവും അടക്കം തന്നെ 40% മാത്രം മതിയാവും. 40 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മളെ കൈകളിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ, ഇങ്ങനെ നിരവധി കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ കൈകളിലൂടെ എത്തി. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് TV തുറന്നാലും പത്രമാധ്യമങ്ങളിലൂടെ അറിയപ്പെടുന്ന അഡ്വർടൈസ്മെന്റ്, നമ്മുടെ ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റികൾ വന്ന് പറയുമ്പോൾ നമ്മൾ ആ സാധനങ്ങൾ പോയി വാങ്ങിക്കുന്നു അല്ലെ. ഇവരൊന്നും വെറുതെ അല്ല ജോലി ചെയ്യുന്നത്, ഇവരൊക്കെ പൈസയാണ് ചെയ്യുന്നത്. ഇവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40 രൂപയുടെ സാധനം 100 രൂപക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അതിനിടയിലുള്ള 60 രൂപ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടനിലക്കാർക്ക്. കാരണം പ്രൊഡക്റ്റിനെക്കാളും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ എത്രമാത്രം നമ്മളെ വീട്ടിലേക്ക് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, എത്ര കാലങ്ങളായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ എത്ര ലക്ഷക്കണക്കിന് രൂപകൾ നമ്മൾ ഇതുപോലെ ഓരോ സെലിബ്രിറ്റിക്കും അല്ലെങ്കിൽ ഓരോ മീഡിയക്കാർക്കും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ, അറിഞ്ഞോ അറിയാതെയോ. ഇതൊക്കെ കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനി പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് രീതിയാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ, ഇവിടെ ഇടനിലക്കാർ ആരുമില്ല. നേരത്തെ കാണിച്ച പിക്ചറിലും ഇതിൻ്റെ അകത്തുള്ള ഡിഫറൻസ്, ഇടനിലക്കാർ ആരുമില്ല, ഇവിടെ പരസ്യക്കാരില്ല. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ്. നമ്മളാണ് എല്ലാ സെലിബ്രിറ്റിയും, നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് നമ്മളെ കൈകളിലേക്ക് 100 രൂപ എത്തുന്ന സമയത്ത് കമ്പനിയുടെ കയ്യിൽ എന്തുണ്ട്, മറ്റുള്ളവർക്ക് ഇടനിലക്കാർക്ക് കൊടുക്കുന്ന പൈസ 60 രൂപ അല്ലെങ്കിൽ 60% കമ്പനിയുടെ കൈകളിൽ തന്നെയുണ്ട്. ആ 60% നമ്മൾക്ക് തന്നെ തിരിച്ചു തരുന്ന രീതിയാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിലൂടെ നമ്മുടെ വീട്ടിലുള്ള ചെലവിനെ നമുക്ക് വരുമാനമാക്കി മാറ്റുന്ന ഒരു രീതിയാണ് ഡയറക്ട് സെല്ലിങ്ങിലൂടെ. കാരണം കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ നേരിട്ട് തന്നെയാണ്. അതിന്റെ കമ്പനിയുടെ പല പല ഔട്ട്ലെറ്റ് നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാവും. അവിടെ നമ്മൾ നേരിട്ടിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന പൈസ കമ്പനി നമ്മളിലേക്ക് തന്നെ തിരിച്ചു തരുന്നു. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് യുവർ ഷോപ്പ്. നാളിതുവരെ നമ്മൾ എന്തൊക്കെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ കടകളിൽ നിന്നാണോ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അത് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുക, വെസ്റ്റേജ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ്. യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 9 തരത്തിലുള്ള വരുമാനം അതുവഴി നമ്മൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. വെറും ഒരു കസ്റ്റമറായി നിന്നാൽ പോലും നമുക്ക് ഒരുപാട് ഇതിനകത്ത് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് സേവിങ്സ് ഓൺ കൺസംഷൻ ആണ്. ഇന്ന് ഈ ഒരു സ്ലൈഡിൽ 10 മുതൽ 20% ആണെങ്കിൽ ഇന്ന് കമ്പനി തരുന്നത് 10 മുതൽ 30%. MRP റേറ്റിൽ നിന്നും 10 മുതൽ 30% ഡിസ്കൗണ്ടിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് ബോണസ്. നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചിട്ട് ഏതെങ്കിലും കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ നിന്നും നമുക്ക് ഇന്ന് വരെ ഒരു വരുമാനം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? പക്ഷെ ഇവിടെ നമുക്ക് സാധിക്കുന്നു. നമ്മൾ വാങ്ങിച്ചിരുന്ന ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് 5 മുതൽ 16% നമ്മുടെ അതിൽ ഓരോ ലെവൽ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലെവൽ മാറുന്നുണ്ടാവും. അതുപോലെ തന്നെ പെർഫോമൻസ് ബോണസ് ആയിട്ട് നമുക്ക് എല്ലാ മാസവും 10-ാം തീയതി കമ്പനി വരുമാനം തരാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അതുപോലെ തന്നെ ബ്രോൺസ് ഡയറക്ടർ ബോണസ് 15%, ടീം ബിൽഡിംഗ് ബോണസ് 3%, ലീഡർഷിപ്പ് ഓവർറൈഡിംഗ് ബോണസ് 18%, ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, എലൈറ്റ് ക്ലബ് ഫണ്ട് 2%. ഇതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. വെറും ഒരു കൺസ്യൂമറായി നിന്നാൽ നമുക്ക് 50% ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ MRP റേറ്റിൽ നിന്ന് നേരത്തെ പറഞ്ഞ 10 മുതൽ 30% ഡിസ്കൗണ്ടിൽ നമുക്ക് ലഭിക്കുന്നു. അതുകൂടാതെ ഇപ്പൊ ഒരു 3000-3500 രൂപയുടെ ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നവരാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ 100 രൂപയുടെ പ്രൊഡക്റ്റ് 10% റീപർച്ചേസിംഗ് ഓഫർ വഴി നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ 3000 രൂപയുടെ ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ 300 രൂപക്ക് അടുത്തുള്ള പ്രൊഡക്റ്റ് നമുക്ക് തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നു. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് ലഭിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഓരോ ബില്ലിലും നമുക്ക് 10% പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് 5 മുതൽ 16%. നമ്മൾ ആദ്യം
വരുന്ന സമയത്ത് 5% ആളായിരിക്കും, ഇല്ലെങ്കിൽ 8% ആളായിരിക്കും, പിന്നെ അത് 12% ആവുന്നുണ്ടാവും, പിന്നെ 16%. കമ്പനിക്ക് നമ്മൾ എന്താണോ വാങ്ങിക്കുന്നത് അതിന്റെ ടേൺ ഓവറിനനുസരിച്ചുള്ള പെർഫോമൻസ് ബോണസ് ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് 5 മുതൽ 16% കമ്പനി തരാൻ വേണ്ടി റെഡിയാണ്. അടുത്തത് മണി ബാക്ക് ഗ്യാരണ്ടി. 100% മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. നമ്മൾക്ക് ഒരു സാധനം വാങ്ങി 30%-ഓളം നമുക്ക് യൂസ് ചെയ്യാം ഒരു മാസത്തിൽ തന്നെ. എന്നിട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒരു റിട്ടേൺ ലെറ്റർ നമുക്ക് കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ GST കഴിച്ചിട്ടുള്ള കംപ്ലീറ്റ് പൈസ നമുക്ക് കമ്പനി തരാൻ വേണ്ടിയിട്ട് റെഡിയാണ്. 21 വർഷമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക്, എന്റെ അറിവിൽ ഇന്ന് വരെ ഒരാളും ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ മോശമായി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തിട്ട് കണ്ടിട്ടില്ല. അടുത്തത് കൺസിസ്റ്റൻസി ഓഫർ. കാരണം ഇവിടെ കൺസ്യൂമബിൾ ഐറ്റംസ് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു സ്ഥിരതയുള്ള കസ്റ്റമർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും നമ്മളെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത്, ഇപ്പം ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുക, ഒരു 3000 രൂപ അല്ലെങ്കിൽ 3500 രൂപയുടെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇവിടെ പോയിന്റ് അടിസ്ഥാനത്തിലാണ് നമുക്ക് കമ്പനി ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് നമുക്ക് വരുമാനം. ഒരു 30-35 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ ഒരു പോയിന്റ് അടിസ്ഥാനത്തിൽ നമുക്ക് തുടർച്ചയായിട്ട് നമ്മൾ എല്ലാ മാസവും വാങ്ങിക്കുമ്പോൾ, ഇപ്പം ഒരു 100 പോയിന്റോ അല്ലെങ്കിൽ 60 പോയിന്റോ അല്ലെങ്കിൽ 200 പോയിന്റോ 400 പോയിന്റോ 300 പോയിന്റോ ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ ഓരോ 5-ാമത്തെ മാസവും അല്ലെങ്കിൽ ഓരോ 4 മാസം കഴിയുന്ന സമയത്ത് നമുക്ക് കമ്പനി 2000 മുതൽ 12000 രൂപ വരെയുള്ള പ്രൊഡക്റ്റ് തികച്ചും ഫ്രീ ആയിട്ട് 1 രൂപ പോലും കൊടുക്കാതെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. അത് എങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലീഡേഴ്സായിട്ട് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതുപോലെ തന്നെ ലക്കി ഡ്രോയും നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 50% ഡിസ്കൗണ്ട്. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50% ഡിസ്കൗണ്ടിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഏത് പ്രൊഡക്റ്റിനെക്കാളും വില കുറവിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുമോ എന്നുള്ളത് അല്ലെ. ഇവിടെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. നിങ്ങളെ ആരാണോ ഇത് പരിചയപ്പെടുത്തിയിരുന്നത് അവരുടെ സ്പോൺസർ എന്ന് പറയുന്നുണ്ടാവും. ആ സ്പോൺസർ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ വെസ്റ്റീജ് എന്ന് പറയുന്ന കമ്പനി നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മുടെ, ഈ 3 പേരും നമ്മളെ സഹായിക്കാനുണ്ട്. നമ്മളുടെ ഇവിടെ ഒരു ടീം വർക്കായിട്ട് നമ്മൾ നിൽക്കുന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത സ്ലൈഡിലൂടെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇൻകം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പെർഫോമൻസ് ബോണസ് വഴി നമുക്ക് 5 മുതൽ 16% നേടിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അവിടെ പോയിന്റ് വാല്യൂ എന്ന് പറയുന്നത് 30-35 രൂപയുടെ സാധനം എടുക്കുമ്പോൾ 1 പോയിന്റ് നമ്മൾ 5% ആദ്യം വരുന്നു. അത് 600 പോയിന്റ് വരെ എത്തുന്ന സമയത്ത് നമ്മൾ 8%കാരനാവുന്നുണ്ടാവും. അവിടെ 2400 എത്തുന്ന സമയത്ത് നമ്മൾ 12% മാറുന്നുണ്ടാവും. 5500 പ്ലസ് ആവുന്ന സമയത്ത് നമ്മൾ 16% ക്യാഷ് ബാക്ക് നമുക്ക് എല്ലാ മാസവും 10-ാം തീയതി കമ്പനി തരുന്നുണ്ടാവും. ഇത് നമുക്കൊരു ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു ബിസിനസ് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ, ഒരു ബിസിനസ് എന്ന രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമുക്ക് അതിന്റെ ബിസിനസ് രീതിയിൽ തന്നെ, ബിസിനസ് മെന്റാലിറ്റിയോട് കൂടി തന്നെ മുന്നോട്ട് പോകണം. അതിന് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കമ്പനി തരുന്നുണ്ട്. ഇവിടെ 600 പോയിന്റ് വാല്യൂ എത്തുന്ന സമയത്താണ് നമ്മൾ 8%കാരനാവുന്നത് എങ്കിൽ ഒരു സിംഗിൾ മന്തിൽ നിങ്ങൾ 300 PV കൊണ്ടുവരാൻ റെഡിയാണെങ്കിൽ, അത് ഒന്നിക്കൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ വഴിയോ നമ്മൾ 300 PV കൊണ്ടുവന്നാൽ പോലും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് 8% എന്ന് പറഞ്ഞ ലെവൽ എത്താൻ വേണ്ടി സാധിക്കും. അവിടെ ഫ്രീ വൗച്ചറൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു സിംഗിൾ മന്തിൽ 5500 പോയിന്റിന് പകരം അവിടെ 1000 PVയുടെ ഡിസ്കൗണ്ട് നമ്മുടെ കമ്പനി തരുന്നുണ്ട്. അവിടെ 4500 പോയിന്റ് വാല്യൂ നിങ്ങൾ കൊണ്ടുവരാൻ റെഡിയാണെങ്കിൽ അവിടെ ഫാസ്റ്റ് ആയിട്ട് ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പിൻ ലെവൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവിടെ ഏകദേശം ഒരു 12 മുതൽ 18,000 രൂപ വരെ നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് അവിടെയുള്ളത്. ഈ കാണുന്ന പിക്ചറിൽ കാണുന്നത് പോലെയാണ് ഈ ബ്രോൺസ് ഡയറക്ടർ ഒക്കെ ആവുന്നുണ്ടാവുക. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വർഷങ്ങൾ എടുക്കുന്നുണ്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ആൾക്കാരോട് പറയാം അല്ലെ. അതേപോലെ തന്നെ നമ്മൾ മൗത്ത് ടു മൗത്ത് പബ്ലിക്കേഷനിലൂടെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ ഇതുപോലെ തന്നെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സും നമ്മൾ പറയുന്ന വാക്ക് കേട്ട് അവരും അവരുടെ വീടുകളിലേക്കുള്ള ആരോഗ്യത്തിനുള്ള അല്ലെങ്കിൽ ബ്യൂട്ടിക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ കൃഷിക്കുള്ള പ്രൊഡക്റ്റുകൾ എടുക്കുന്ന സമയത്തും നമ്മൾ രണ്ടുപേരും, നമ്മളും കൂടെ വന്നിട്ടുള്ളവരും ചെയ്യുന്ന പോയിന്റ് വാല്യൂ ചേർത്തിട്ടാണ് 5500 വാല്യൂ അല്ലെങ്കിൽ 4500 പോയിന്റ് വാല്യൂ എത്തുന്ന സമയത്ത് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആവുന്നത്. ആ സമയത്ത് റീപർച്ചേസിംഗ് ഓഫറായിട്ട് നമുക്ക് 10 മുതൽ 20% വരുമാനം നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ പെർഫോമൻസ് ബോണസ് ആയിട്ട് നമുക്ക് 16% ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ടീമിന്റെ കൂടെ തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ടീം ബിൽഡിംഗ് ബോണസ് ഒരു 3% കമ്പനി തരാൻ വേണ്ടി റെഡിയാണ്. അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആയി. ഇനിയാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും രക്ഷപ്പെടുത്തണം. കാരണം നമ്മൾ മാത്രം വിജയിച്ച പോരാ, കമ്പനി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഒരു അവസരം തരുന്നുണ്ട്. അപ്പൊ നമ്മളെ കൂടെ വന്നിട്ടുള്ള
കുറെ വ്യക്തികൾ ഉണ്ടാവും അല്ലെ ആ സമയത്ത് ആരാണോ സീരിയസ് ആയിട്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നത് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് അവരുടെ കുടുംബത്തിലേക്കും നമ്മളൊരു ബ്രോൺസ് ഡയറക്ടർ എന്ന് പറഞ്ഞ പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അവരുടെ കുടുംബത്തിലേക്ക് വരുമാനം വരുന്ന സമയത്ത് നമ്മൾ ഒരു കുടുംബത്തിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അറിയപ്പെടുന്നത് സിൽവർ ഡയറക്ടർ എന്ന് പറയുന്ന ലെവലാണ്. അവിടെ നമുക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള വരുമാനത്തിന്റെ കൂടെ തന്നെ LOB ലീഡർഷിപ്പ് ഓവറൈഡിംഗ് ബോണസ് നമുക്ക് 18%. ഇവിടെ മുതൽ നമുക്ക് ഓരോ LOB വരുന്ന സമയത്ത് 20 മുതൽ 25,000 രൂപ നമുക്ക് ലഭിക്കാനുള്ള അവസരമുണ്ട്. കൂടാതെ നമുക്ക് നേരത്തെ പറഞ്ഞു ഏതൊരു വ്യക്തിയുടെയും ഒരു ആഗ്രഹമായിരിക്കും ലോകം മൊത്തം ചുറ്റി സഞ്ചരിക്കുക എന്നുള്ളത്. ഇവിടെ വർഷത്തിൽ 3 ട്രിപ്പ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ഏഷ്യൻ ട്രിപ്പും 1 യൂറോപ്യൻ ട്രിപ്പുമാണ്. അവിടെ നമുക്ക് ഏഷ്യൻ ട്രിപ്പ് പോകാനുള്ള ട്രാവൽ ഫണ്ട് 3% കമ്പനി തരാൻ വേണ്ടി റെഡിയാണ് ഒരു കുടുംബത്തിലേക്ക് നമ്മൾ വരുമാനം എത്തിച്ചു കഴിഞ്ഞാൽ. അടുത്തത് 2 കുടുംബത്തിലേക്ക് നമ്മൾ വരുമാനം എത്തിക്കുന്ന സമയത്ത് നമ്മൾ അറിയപ്പെടുന്നത് ഗോൾഡ് ഡയറക്ടറാണ്. നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ അളവ് പെർസെന്റേജ് വീണ്ടും കൂടുന്നുണ്ടാവും. അതേപോലെ തന്നെ 3 കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ 3 വ്യക്തിയിലേക്ക് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്ന പിൻ ലെവൽ എത്തിക്കുന്ന സമയത്ത് നമ്മൾ അറിയപ്പെടുന്നത് സ്റ്റാർ ഡയറക്ടറാണ്. നമ്മൾക്ക് ഏവർക്കും ഉള്ളതുപോലെ തന്നെ നമുക്കൊരു ഇഷ്ട വാഹനം ഏത് വാഹനങ്ങൾ വേണിക്കും നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. കമ്പനി 80,000 രൂപ വരെ EMI മന്ത്ലി തരാൻ വേണ്ടി റെഡിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ലക്ഷറി കാർ വേണ്ടിക്ക് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതുവഴി സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 4 കുടുംബത്തിലേക്ക് നമ്മൾ വരുമാനം അതുപോലെ തന്നെ ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള പിൻ ലെവൽ എത്തിക്കുന്ന സമയത്ത് നമ്മൾ അറിയപ്പെടുന്നത് ഡയമണ്ട് ഡയറക്ടറാണ്. അവിടെ നമുക്ക് ട്രാവൽ ഫണ്ടിലായിട്ടുള്ള യൂറോപ്യൻ ട്രിപ്പും കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അടുത്തത് 6 കുടുംബത്തിലേക്ക് നമ്മൾ വരുമാനം അതുപോലെ തന്നെ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറഞ്ഞ പിൻ ലെവൽ എത്തിക്കുന്ന സമയത്ത് നമ്മൾ അറിയപ്പെടുന്നത് ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്ന ലെവലാണ്. അവിടെ നമുക്ക് ഏതൊരു ആൾക്കാർക്കും ഉള്ളതുപോലെ തന്നെ ഒരു സ്വപ്ന ഭവനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് കമ്പനി 3% മാറ്റിവെക്കുന്നുണ്ട്. അത് 1 ലക്ഷം രൂപ വരെ മന്ത്ലി EMI തരാൻ വേണ്ടിയിട്ട് കമ്പനി റെഡിയാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്തത് 8 കുടുംബത്തിലേക്ക് ഇതേപോലെ വരുമാനം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ്. അവിടെ നമുക്ക് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 2% കമ്പനി അവിടുന്ന് മുതൽ നമ്മൾ ഏത് പിൻ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ടോട്ടൽ ടേൺ ഓവറിന്റെ 2% നമുക്ക് ലഭിക്കുന്നത്. 12 കുടുംബത്തിലേക്കും അതുപോലെ തന്നെ 16 കുടുംബത്തിലേക്കും നമ്മൾ ഇതുപോലെ തന്നെ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറഞ്ഞ പിൻ ലെവൽ എത്തിക്കുന്ന സമയത്ത് അവരിലെ ആ കുടുംബത്തിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അറിയപ്പെടുന്നത് ഡബിൾ ക്രൗൺ ഡയറക്ടറും അതുപോലെ തന്നെ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്ന ലെവലാണ്. ഇതുപോലെ നമുക്ക് നിരവധി ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് കമ്പനി ഇതുപോലെയുള്ള ഓരോ കൺട്രിയിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ട്രാവൽ ഫണ്ടിലൂടെ സാധിക്കും. ഇഷ്ടപ്പെട്ട കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാർ ഫണ്ടിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു വ്യക്തികൾക്കും ഏത് രീതിയിലുള്ള വീടും നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്പനി ഇതുപോലെയുള്ള ലക്ഷറി ആയിട്ടുള്ള വീട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ഇനി തഴച്ച് വളരാൻ പോകുന്ന 3 ഇൻഡസ്ട്രിയാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു നെറ്റ്വർക്കിലൂടെ നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തത് പോൾസൈൻ പിൽസർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ബുക്കിനകത്ത് പ്രവചിച്ചിട്ടുള്ളതാണ് ഇനി വരാൻ പോകുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വെൽനസ് യുഗമാണ്. അപ്പോൾ അതിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെൽനസ് മേഖലയിലൂടെ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് E-commerce ആണ്. E-commerce നമുക്ക് ഇന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാരണം ഏതൊരു വ്യക്തിയും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലൂടെയാണ് നമ്മുടെ മൊബൈൽ ഫോണിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ 3ന്റെയും കോമ്പിനേഷൻ, കാരണം നമ്മൾ ഒന്നിനെയും തേടിപ്പോകേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മുടെ കൈകളിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ അതൊന്ന് അപ്ലൈ ചെയ്യുക മാത്രമേ ചെയ്യേണ്ടൂ. ഈ കമ്പനി പറയുന്ന രീതിയിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊന്ന് പഠിക്കാൻ തീരുമാനമെടുത്ത് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഈ ബിസിനസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, 1 ദിവസമോ 2 ദിവസമോ ഇതുപോലെ ട്രെയിനിങ്ങോ ഒന്നും അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. നിരന്തരമായി പഠിച്ചുകൊണ്ട് ഒരു 2 to 3 ഇയർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് നമ്മൾ എത്തിച്ചേർന്ന ഇതെന്നുള്ള റൈറ്റ് പ്ലേസിലാണ്, അതും റൈറ്റ് ടൈമിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. നല്ലൊരു അസോസിയേറ്റിന്റെ കൂടെയാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിന്നിംഗ് ടീമും വെസ്റ്റേജും അതുപോലെ തന്നെ നിങ്ങളുടെ ആരാണോ പരിചയപ്പെടുത്തി തന്നത് അവരുടെ ഒരു കോമ്പിനേഷനായിട്ട് കൂടെ നിൽക്കുവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായി ഈ ബിസിനസിനെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എല്ലാവരും നല്ലൊരു തീരുമാനമെടുക്കുക. ഇനി പുതുതായി വന്ന വ്യക്തികൾ, നിങ്ങളെ കണക്ട് ചെയ്ത വ്യക്തികളുമായി കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ് ആൻഡ് വിഷ് യു വെൽത്ത്.